ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ട് പോവാണ്. ഞാനുണ്ട്, പാറു ഉണ്ട്, ശ്രീരേഖ ഉണ്ട്. പാറൂസ് ഡ്രൈവിംഗ്. ഒരുപാട് നാളിന് ശേഷമാണ് ഞാൻ പോകുന്നത്. ഇവരൊക്കെ കഴിഞ്ഞ മാസം പോയി, കഴിഞ്ഞ 2 മാസം മുന്നേ ഇവര് പോയായിരുന്നു. ഞാൻ കുറേ കാലത്തിന് ശേഷം പോവാണ്. കുറേ കാലം, എൻ്റെ ഒരു ഓർമ്മയിൽ ശരിയാണെങ്കിൽ ഞാൻ കുഞ്ഞിലെ പോയതല്ലേ, നമുക്ക് അടുത്താണെങ്കിൽ പോലും പോകാനുള്ളൊരു അവസരമോ സന്ദർഭമോ കിട്ടിയില്ല. പിന്നാണ് ഹോപ്പ്ഫുള്ളി തൊഴാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. കാരണം എത്തുമ്പം 10:30 ആകും. 12:30 1 മണിയാകുമ്പോൾ നട അടയ്ക്കുകയും ചെയ്യും. ക്യൂ എല്ലാം നിന്ന് നമുക്ക് തൊഴാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ചെറിയ വ്ളോഗായിരിക്കും ഇതൊരു മിനി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഗൈസ്, നമ്മള് കണിയാപുരം എത്തിയപ്പം പക്ഷെ ഭയങ്കര മഴക്കോളുണ്ട്. സോ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ പറ്റി ഞാനൊന്നും പറയുന്നില്ല. ഞാൻ പണ്ട് പോയത് പത്മനാഭൻ റിച്ച് ആണെന്ന് ലോകം അറിയുന്നതിന് മുന്നെയാണ് ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ലാസ്റ്റ് പോയത്. അപ്പം നമ്മൾ സാധാരണ ഒരു അമ്പലത്തിൽ പോകുന്ന കണക്ക് നമുക്ക് ചെന്ന് കയറി തൊഴുത് ഇറങ്ങായിരുന്നു. ഇപ്പോഴത്തെ അത്രയും റെസ്ട്രിക്ഷൻസോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അത്രയും തിരക്കൊന്നും പണ്ടില്ലായിരുന്നു. ഇപ്പം ലോകം അത് അറിഞ്ഞതിന് ശേഷം അവിടെ ഭയങ്കര തിരക്കും ഒക്കെയാണ്. പിന്നെ പണ്ടത്തെ ഡ്രസ് കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴും. പണ്ടും എന്താ പറയാ, ചുരിദാർസ് ഒന്നും അലൗഡല്ലായിരുന്നു. ഗേൾസ് സാരി അല്ലെങ്കിൽ ചുരിദാർ ഇടുകയാണെങ്കിൽ മുകളിൽ കൂടെ ധോത്തി എന്തെങ്കിലും കെട്ടണമായിരുന്നു. അപ്പം അതിപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ തിരക്ക്, ഇപ്പൊ എല്ലായിടത്തും ആളുകൾ വരുന്നുണ്ട്. അപ്പം പണ്ട് നോർമലി പോയി തൊഴുത ഒരു അമ്പലം ഇപ്പം ഇത്രയും തിരക്ക് എങ്ങനെ ആയിരിക്കും കാണാൻ ആഗ്രഹമുണ്ട്. പിന്നെ ഈ അമ്പലത്തില് എപ്പോഴും പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ചില സ്ഥലത്ത് നമുക്ക് എത്ര ആഗ്രഹിച്ചാലും അതിനൊരുതായിട്ട് ഒരു സമയം ഉണ്ടല്ലോ. ഇന്നായിരിക്കും ആ സമയം എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴും അറിയത്തില്ല തൊഴാൻ പറ്റുള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ. ഇവരവിടെ എന്തൊക്കെ രഹസ്യം പറയുന്നു. ഞാൻ രഹസ്യം എന്തായാലും ചോർത്തി എടുക്കുന്നില്ല. എന്താന്ന് വെച്ചാൽ പറയണ്ട. ഐശ്വര്യമാണ് എന്താണെന്ന് അറിയത്തില്ല. മഴ പെയ്യാൻ തുടങ്ങി, വന്നിറങ്ങിയത്. ഇത്രയും നേരം പെയ്യണ്ടായിരുന്നു മഴയ്ക്ക്. കുടയും എടുത്തില്ല. ഹായ് ഗൈസ്, ഇപ്പൊ സമയം എത്ര മണിയായി? 1 മണിയായി. ഞങ്ങൾക്ക് ദർശനം കിട്ടിയില്ല. ഇന്ന് അമ്പലത്തിൽ എന്തോ പണി നടക്കുന്നുണ്ട്. രാവിലെ 11 മണിയായപ്പം നട അടച്ചു. ഞങ്ങൾ എത്തിയത് 11 മണിക്കാണ്. നട അടച്ചു. അപ്പൊ ഞങ്ങള് കേറിയിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റി തൊഴുതിട്ട് അവിടെ അന്നദാനം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ആദ്യമായിട്ട് അന്നദാനം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അന്നദാനം കഴിച്ചു. നല്ലതായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു 4 മണിക്ക് 4:30 തുറക്കും. അപ്പൊ 4 മണിക്ക് കയറാന്ന് പറഞ്ഞു. അപ്പൊ അത്ര നേരം അവിടെ എന്ത് ചെയ്യാൻ, ഞങ്ങള് മറ്റേ മ്യൂസിയത്തിൽ പോകാന്ന് വെച്ചു. അപ്പൊ മ്യൂസിയം അടച്ചു. അത് 2 മണിക്ക് തുറക്കത്തുള്ളൂ. ഭയങ്കര വെയിൽ, ചൂട്. അപ്പൊ ഞങ്ങള് കാറിൽ കയറിയിട്ട് ജസ്റ്റ് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കറങ്ങിയിട്ട് വന്ന് പിന്നെ അമ്പലത്തിൽ പോകാന്ന് വെച്ചു. തൊഴണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് നമ്മള്
4 മണിക്ക് ഒന്നുകൂടെ വന്ന് പരീക്ഷിക്കാൻ വെച്ചത്. ഒരുപാട് വർഷത്തിന് ശേഷം വരുന്നുണ്ട്. ദൈവം അത്ര ഈസി ആക്കി തരുന്നില്ല, ദൈവം ഈസി ആക്കി തരുന്നില്ല. അങ്ങനെ വന്ന് ഓടിക്കയറി തൊഴണ്ടെന്ന് വിചാരിച്ചാണ്, കഷ്ടപ്പെട്ട് തൊഴുതാൽ മതി എന്ന് വിചാരിച്ചാണ്. കുഴപ്പമില്ല, നോക്കാം നമുക്ക്. എല്ലാരും കുഴഞ്ഞു, എല്ലാരും കുഴഞ്ഞു ഗൈസ്, ചത്ത്. ഇതൊരു മൊമെന്റ് ആണ് ഗൈസ്. സാരി എടുത്ത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങളൊരു മാളിൽ വരുന്നത്. പൊട്ടൊക്കെ വെച്ച് എല്ലാരും ഓക്വേർഡായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ വേറെ വഴിയില്ല, ഭയങ്കര ചൂട്. ഇവിടെ മാത്രമേ ഉള്ളൂ ചൂടില്ലാത്തത്. പോയോ അവിടെ എന്ത് തോന്നുന്നു? ഇത് കുടിച്ചിട്ടാണോ? അല്ല, മൊത്തത്തിൽ എന്ത് തോന്നുന്നു? മൊത്തത്തിൽ കൊള്ളോ. ഇന്ന് ആരെ കണി കണ്ടെന്ന് രാവിലെ മുതൽ ആലോചിക്കുന്നത് എന്നെ തന്നെ തോന്നി കണി കണ്ടത്. ദൈവം പരീക്ഷിക്കുകയാണ് ഗൈസ്. ഞാനൊന്നും ഒരുങ്ങിയതാ. ഞാൻ സാരി ഒന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചത്. സാരിയൊക്കെ എടുത്ത് ഇറങ്ങിയപ്പം 8:30 മണിയായി. 12:30 വരെ ദർശനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇരുന്ന്. പക്ഷെ ഇന്ന് 11 മണിയായപ്പോ നട അടച്ചു. പക്ഷെ ഞാൻ പറഞ്ഞായിരുന്നു 7 മണിക്ക് ഇറങ്ങണമെന്ന്. ആ, പക്ഷെ ഇറങ്ങിപ്പെട്ടല്ലേ. പക്ഷെ ആരും കേട്ടില്ല. എന്റെ വാക്കുകൾക്ക് ആരും വില തന്നില്ല. അതുകൊണ്ട് എല്ലാരും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. 4 മണിയുടെ ദർശനം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ബസ്സിനുള്ളിൽ വണ്ടി വെക്കാൻ പോവായിരുന്നു. ബസ്സിനുള്ളിൽ വണ്ടി വെക്കാൻ പോവായിരുന്നു. എന്താ അയാളെ ഫോണൊക്കെ അടിച്ച് സൈഡ് ഒതുക്കിയിട്ട് കയറി വന്നതാണ്. നിങ്ങളുടെ യൂട്യൂബറാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഞാൻ വിചാരിച്ചു റോഡുണ്ടെന്ന്, പക്ഷെ റോഡില്ലായിരുന്നു. ഇങ്ങനെയൊക്കെയല്ലേ വേറെ പഠിക്കുന്നത്. ഞങ്ങൾ സെക്കൻഡ് റൗണ്ടിന് പോവാണ്. എന്റെ ഭഗവാനെ ഇത്തവണ പരീക്ഷിക്കല്ലേ. ചിത്രാലയായിരിക്കും, ആർട്ട് ഗാലറി ആയിരിക്കും. ഗൈസ്, ഞങ്ങള് ഇപ്പൊ കുതിരമാളിക പാലസ് ആൻഡ് മ്യൂസിയത്തിൽ വന്നു. ഇത് വാഴത്തോട്ടമാണ്. ഇതാണോ മണിച്ചിത്രത്താഴില് പുറത്തേക്ക് ഇറങ്ങുന്നത് ബാക്കില്? എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നത്. ഇത് ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു വാതില് ഒരു ഓർമ്മ പോലെ. മണിച്ചിത്രത്താഴ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടോന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷെ എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഏതോ ഒരു ചെറിയ ഷോട്ട് ഇവിടെ എടുത്തിട്ടുണ്ടെന്നാണ്. സിനിമ ഒന്ന് കണ്ടു നോക്കാം, നമുക്ക് പാട്ട് കേട്ട് നോക്കാം. ഗൈസ്, ഞങ്ങൾക്ക് ദർശനം കിട്ടി. അങ്ങനെ 4:30 ദർശനം ഞങ്ങൾക്ക് കിട്ടി. രാവിലെ വന്നത്, രാവിലെ ദർശനത്തിൽ വന്നിട്ട് വൈകുന്നേരം 4:30 ദർശനമാണ് കിട്ടിയത്. നല്ല പോലെ ദൈവം പരീക്ഷിച്ചു, നല്ല പോലെ. അതെ, ദർശനം കിട്ടി. അടിപൊളിയായിട്ട് കുറേ നേരം അകത്ത് കയറി കുറേ നേരം കാണാൻ പറ്റും. ഞാൻ കുറേ നേരം നോക്കി. പക്ഷെ ആ അമ്പലത്തിനകത്തോട്ട് കയറാൻ വേണ്ടി ഒരുപാട് പ്രയാസം ഉണ്ടായിരുന്നു. മഴ പെയ്തു. ഞങ്ങൾ 2 തവണ മഴയത്ത് കുളിച്ച് ഒന്നുകൂടെ കുളിച്ചിട്ടാണ് ഞങ്ങൾ കയറിയത്. ഞാനും വന്ന പോലെ ആയില്ല. അപ്പൊ നമ്മളിവിടെ നിന്ന് പോവാണ്. അവന്റെ മണയിൽ ഉടനെ തന്നെ തിരിച്ചു വരണമെന്നാണ്.
അല്ലേ ശ്രീരേഖ? അതെ, ഉടനെ തന്നെ വരണം. ഒരു ദിവസം വൈകുന്നേരം വന്ന് വരണം. ഇനി അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. യെസ്, ഇനി 5 മണിയുടെ ദർശനം. ഞങ്ങള് ഇന്ന് ഫുള്ള് ഇവിടെ ആയിരുന്നു. രാവിലെ 10:45 തൊട്ട് 5 മണി വരെ ഇവിടെ തന്നെ. എനിക്കറിയത്തില്ല എന്തൊക്കെ ചെയ്തത്. പക്ഷെ തൊഴണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവിടെ തിരിച്ചു പോകുന്നത് കിട്ടാഞ്ഞിട്ടും. ബിക്കോസ് സാധാരണ 12:30 നട അടയ്ക്കാറ്. ഇന്ന് 11 മണിക്ക് അടച്ചു. ഇവിടെ റെനോവേഷൻ നടക്കുന്നുണ്ട്. അത് അറിഞ്ഞില്ല. പക്ഷെ എല്ലാം അത്ര സിമ്പിൾ ആകത്തില്ലായിരുന്നു അറിയായിരുന്നു. അങ്ങനെ ഇതേ വന്നു ഇതാ പോയെന്ന രീതിയിലാക്കില്ലായിരുന്നു. ഇച്ചിരി കഷ്ടപ്പെട്ടാണെങ്കിലും കിട്ടി. നല്ല ദർശനം. ഗുരുവായൂർ എപ്പോഴും ഇതേപോലായിരുന്നു. വളരെ പെട്ടെന്ന് തൊഴണമെന്ന് പറഞ്ഞ് പോയതാ. 7 മണിക്കൂർ ക്യൂ നിന്നിട്ടാ ഗുരുവായൂർ തൊഴുന്നത്. ഉച്ചക്കത്തേക്ക് പല പ്ലാനുകളും. സത്യം എല്ലാം ക്യാൻസൽ ചെയ്തു. വന്നിട്ട് ഞങ്ങൾ ഒന്നുകൂടെ മഴ നനഞ്ഞ് കുളിച്ച്. പക്ഷെ അതല്ലേ കറക്റ്റ് ആ ഒരു ഞങ്ങൾ കേറുന്ന സമയമായപ്പോ തന്നെ ചിലർക്ക് ഇതൊരു റബ്ബിഷായിട്ട് തോന്നാം. നമ്മൾ വന്ന സമയത്ത് അല്ലെ കേറാൻ പോയ സമയത്ത് മാത്രം മഴ പെയ്തു. നമ്മൾ അടുത്ത കഴിക്കുമ്പോ മഴ നിന്ന് നമ്മള് നനയിച്ചു. ഒന്നും കൂടെ കുളിച്ചു വന്ന് ദൈവം പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് അന്നദാനം, എൻ്റെ ഓർമ്മയില് അന്നദാനം ഞാൻ ഇവിടുന്ന് കഴിച്ചെന്ന് അറിയത്തില്ല. പക്ഷെ എൻ്റെ ചോറൂടെ ഇവിടെ വെച്ചായിരുന്നു കഴിച്ചത്. അത് മാത്രം പറഞ്ഞിട്ടുണ്ട്. പുളി മോരായിരുന്നു സത്യം. വരുന്നവരെല്ലാം ട്രൈ ചെയ്യണം. ലക്ഷ്മി സ്റ്റോഴ്സ് കേട്ടോ. ഈസ്റ്റ് നടയില് കയറുന്നതിന് തൊട്ട് മുന്നേക്കെ ആയിട്ട് ഈ ഒരു ഏരിയ. ഇവിടെ പേയാൻ പാർക്കാണ് KSRTCയുടെ. അതിന്റെ തൊട്ടടുത്ത് തന്നെ അവരുടെ റൈറ്റ് സൈഡിലായിട്ടാണ് ലക്ഷ്മി സ്റ്റോഴ്സ്. അടിപൊളിയാണ്. ഭയങ്കര സ്വീറ്റ് അങ്കിളാണ്. പത്മനാഭസ്വാമി ടെമ്പിൾ വിസിറ്റ് വ്ലോഗ് ഞാൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതൊരു ലോങ് ഡേ ആയിരുന്നു. ഞാൻ എഡിറ്റ് ചെയ്ത് എത്ര മിനിറ്റ് ആക്കും അറിയത്തില്ല. ചെറിയ വ്ലോഗ് ആക്കണം എന്നാണ് ആഗ്രഹം. എത്രയും പെട്ടെന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം ഇത് കഴിഞ്ഞിട്ട് ചിലപ്പം ഒരു ബാംഗ്ലൂർ വ്ലോഗ് വരുന്നതായിരിക്കും. വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു യാത്രയായിരുന്നു. ഒരുപാട് പരീക്ഷണങ്ങളും ഒക്കെ കടന്ന് നമ്മളങ്ങനെ തൊഴുതു. അന്നദാനവും കഴിച്ചു. ഫസ്റ്റ് ടൈം ആണോ കഴിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം എന്റെ ചോറൂണ് ഇവിടെ വെച്ചിട്ടായിരുന്നു. അപ്പൊ എന്റെ ഫസ്റ്റ് ടൈം അല്ല. ചോറൂണിന് ശേഷം പിന്നെ എപ്പോഴെങ്കിലും ഇവിടെ വന്ന് ചോറൂണ് ഫുഡ് കഴിച്ച ഓർമ്മയില്ല. പിന്നല്ലാതെ എന്റെ എന്താണ് ചോറൂണ് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുഞ്ഞിലെങ്ങനെ വന്ന് കഴിച്ചിട്ടൊന്നും അറിയത്തില്ല. കാരണം പത്മനാഭസ്വാമി ടെമ്പിളിൽ പണ്ട് വരുമ്പോ നമ്മള് സാധാരണ ഒരു അമ്പലത്തിൽ വന്ന് കേറുന്ന ആ ഒരു ഇതേ ഉള്ളായിരുന്നു. കാരണം ഇത്രയും തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഇത് ഇപ്പം ഭയങ്കര ഫേമസ് ആയപ്പോഴത്തേനും എല്ലായിടത്തും ആളുകൾ വന്ന് ഭയങ്കര റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും തിരക്കും ക്യൂ ഒക്കെ ആയി. അപ്പം അതിനുശേഷം വരാൻ പറ്റിയില്ല. എന്താണെന്നറിയത്തില്ല, വരാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് സമയം വന്നത്. യെസ്, അപ്പോൾ നമ്മുടെ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും അടുത്ത നല്ലൊരു വ്ളോഗായിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ ബൈ.